ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടായതിനെ കൊണ്ട് ഇപ്പോൾ ഒന്നായിട്ട് വീഡിയോ സെപ്പറേറ്റ് ഓരോ പ്രൊഡക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം പിന്നെ എല്ലാം കൂടി ഒന്നായിട്ട് ചെയ്യാൻ വിചാരിച്ച്. പിന്നെ കൂടുതലായിട്ട് പോകുന്ന സാധനങ്ങൾ മാത്രം ഓരോ പീസ് ചെയ്യാമല്ലോ. ഇത് സോൾഡറിങ് വിക്ക് റിലൈഫിൻ്റെ പുതിയതായിട്ട് വന്ന് ഞാൻ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സൈസിൽ പുതിയതായിട്ടാണ് കേട്ടോ വരുന്നത്. എന്ന് വെച്ചാൽ 1.5 mm വീതി 1.5 mm. ഇതിൽ 2UL മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 1.5 mm വീതിയിൽ വന്നുകൊണ്ടിരുന്നത്. പുതിയതായിട്ട് വന്നു. മോഡൽ നമ്പർ വരുന്ന RL1515. 1.5 എന്നുള്ളതിൻ്റെ ഷോർട്ട് നെയിം ആയിരിക്കും 1515 എന്ന് കൊടുത്തത്. പിന്നെ വേറെ ഇത് 2UL CPU ബ്ലേഡ് ആട്ടോ. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അത്ര വലിയൊരു നല്ല സാധനമൊന്നുമല്ല. പക്ഷേ കസ്റ്റമർ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് ഈ മോഡലാണ്. ഇതിൽ ഈ ഫസ്റ്റ് വരുന്ന ബ്ലേഡ് വരുന്നുണ്ടല്ലോ, കട്ടിങ് വരുന്നത്, ഈ കട്ടിങ് വരുന്നത് ചില ആൾക്കാർ കൊണ്ടുപോയിട്ട് ഈ വരുന്ന ജോയിൻറ്റിൻ്റെ അവിടെ പൊട്ടിപ്പോകുന്നതായിട്ട് കുറേ കംപ്ലൈൻ്റ് ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളതൊന്നും അങ്ങനെ വലിയ കുഴപ്പമില്ല. ആ ഒരു ബ്ലേഡ് മാത്രം. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. ഒന്ന് രണ്ട് മൂന്ന് 4 പീസ് ടോട്ടൽ വരുന്നുണ്ട്. പിന്നെ വേറെ വരുന്ന നമ്മൾ IC ഫേസ് ഐഡിയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്ലേഡാണ്. ടോട്ടല് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് 17 മാത്രമാണ്. പിന്നെ 04 പിന്നെ 18 അത് രണ്ടും കൂടി വരുന്നുണ്ട്. ബാക്കിയുള്ള മോഡലൊന്നും പിന്നെ അങ്ങനെ പോവാത്ത മോഡലാണ്. ഞാൻ ഏതെങ്കിലും കൂടുതലായിട്ട് ആൾക്കാർ എടുക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ആ ഈലുള്ള നമ്പറും കൂടി പറഞ്ഞാൽ എത്തിച്ചേരുന്നുണ്ട്. ആവശ്യമുള്ളൊരു 17 സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. 200 പീസ് ഒരു ബോക്സിലുണ്ടാവും. 200 പീസായിട്ടേ കിട്ടുള്ളൂ, സെപ്പറേറ്റ് ലൂസ് കിട്ടില്ല. ഇങ്ങനത്തെ ഒരു ബോക്സിൽ 10 പീസാണ് വരിക. ഏകദേശം ഒരു പീസിന് പ്രൈസ് ആ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ബ്ലേഡാണ്. അത്ര നോർമൽ ഇതിൻ്റെ തന്നെ അത്ര നോർമലായിട്ട് എഴുതുന്ന കട്ടി കുറഞ്ഞ സാധനം വേറെ വന്നിരുന്നു. അതല്ല കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഇതെല്ലാം ഒരു പാക്കിലെല്ലാം എല്ലാം ഒരേ മോഡലാണ്, സെപ്പറേറ്റ് മോഡലല്ല. ഇത് കൂടുതലായിട്ട് പോകുന്ന സാധനം. ബാക്കിയുള്ള ഷോപ്പിലൊക്കെ കൊണ്ടുപോയിച്ചു. ബാക്കി ഇത് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ, ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് സൈറ്റിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. ഇനി വരുന്ന ഇത് ബോർഡ് സെപ്പറേറ്ററാണ്. അത് പ്രത്യേകിച്ച് പറയാമെന്നില്ല, ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. ഇത് മോഡലിപ്പോൾ ഇതിൽ X മുതൽ 12 Pro Max വരെ സപ്പോർട്ട് ചെയ്യും. ജസ്റ്റ് വേണമെങ്കിൽ വർക്ക് ചെയ്ത് കാണിക്കാം. ഇത് സൈറ്റിൽ ഇട്ടിട്ടില്ല, ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും 2 ദിവസം കൊണ്ടിടാം. പിന്നെ ഈ പ്ലഗ് പുതിയ മുട്ടാണല്ലോ. ഇതൊരു കട്ടിങ് ഉണ്ടാവും, നോക്കിയിട്ട് ഇടണം. നല്ല ഹീറ്റാട്ടോ, അടിപൊളി ഹീറ്റാ. കയ്യോ അപ്പടം വരെ കൂട്ടി. പിന്നെ ഇനിയുള്ള
ഇത് കസ്റ്റമർ എൻക്വയറി അനുസരിച്ച് മാത്രമേ എടുക്കലുള്ളൂ. എന്ന് വെച്ചാൽ ഭയങ്കര വില കൂടിയ ബ്ലേഡാണ്, പക്ഷെ ഭയങ്കര ടോപ്പ് ബ്ലേഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഭയങ്കര കസ്റ്റമർ പക്ഷെ കിട്ടാൻ ഡിമാൻഡ് അതിനെ കൊണ്ട് അങ്ങനെ ചെയ്യലില്ല. ഇവിടെ മാർക്കറ്റിലൊന്നും വരുന്നില്ല മോഡൽ. ഏകദേശം ഈ 5 ബ്ലേഡ് കേട്ടോ വരുന്നതിൽ. 1 2 3 4 5 1.0 2.0 3.0 4.0 5.0 5 ടൈപ്പ്. ഇത് സൈറ്റിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇത് 2 ദിവസം കൊണ്ട് കൊടുക്കാം. ഈ 2 പെന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ പെന്ന് എല്ലാവരുടെ കയ്യിലും 5 6 ഉണ്ട്. ഇത് സൈറ്റിലിട്ടതാണ് ഓൾറെഡി. ഒന്നുമില്ല, ക്ലീനിങ് പമ്പാണ്. അധികം ആൾക്കാർ ഉപയോഗിക്കുന്നതായിരിക്കും. ഭയങ്കര പവർഫുള്ളാണ്. കീബോർഡ് ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ചെയ്യാനും ഫോൺ ക്ലീൻ ചെയ്യാനും കണക്ടർ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. ഇത് ചെറുതാക്കണമെങ്കിൽ ഈ മോൾട്ട് ഊരിയാൽ മതി കേട്ടോ, അപ്പോൾ സൈസ് ചെറുതാവും. ശരിക്കും നമ്മൾ ചാർജിങ് കണക്ടറൊക്കെ വായന കൊണ്ട് ഊതി വൃത്തിയാക്കുന്നതിനെക്കാട്ടിയുള്ള ഇതായിരിക്കും. ചില കസ്റ്റമർക്കൊന്നും അത് സ്റ്റാറ്റിഫൈഡ് ആവില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇത് പുതിയതായിട്ട് വന്ന ഫ്ലെക്സാണ്. വൈറ്റ് കളറാണ്. മൈക്രോസ്കോപ്പിൻ്റെ ലൈറ്റാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന്. ഞാൻ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഒറ്റ ഇറങ്ങിയ ലൈറ്റ് വരുന്നുണ്ട്, പക്ഷെ എങ്ങനെ വെളിച്ചമുണ്ട് നോക്കട്ടെ. ഇത് ചെക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ സ്വിച്ച് വരുന്ന സെൻസറാണ്. ലൈറ്റ് 2UL ഉണ്ട്, കാണിച്ചു തരാം.
പഴയ നമ്മളെ വോളിയം കൺട്രോളൊക്കെ വോളിയം കൂട്ടും കുറയ്ക്കാൻ ചെയ്യുന്ന മാതിരിയുള്ള ആ ടൈപ്പ് വരുന്നു സ്വിച്ച് ആയിട്ട് ഇതിന് വരുന്നു. ഇത് 2 റിങ് ലൈറ്റ് ഉണ്ട് മറ്റേനെക്കാട്ടി. ഇതിൻ്റെ USB വരുന്നത് കുറച്ച് വീതിയുള്ള ടൈപ്പ്. ഇതിലാണ് ലൈറ്റും വരുന്നുണ്ട്. USB-ൻ്റെ ഉള്ളിൽ കണക്ഷൻ എടുക്കണ്ടോ ഇല്ലയെന്നറിയാം. ഇങ്ങനെയുള്ള ഇത് സൺഷൈൻ്റെ ഓപ്പണറാണ്, ഫോൺ ഓപ്പൺ ചെയ്യുന്നത്. ഇത് നമ്മൾ എയർപോഡ് 1 2 ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെന്നാണ്. ഇത് റോഷ്യൻ പെന്നിൻ്റെ പുതിയ മോഡലാണ്, റിലൈഫിൻ്റെ. അതൊരു 10 രൂപ പീസ് ഉണ്ട്. എന്തായാലും അതൊരു ഓഫറിൽ ഇട്ടുണ്ട്. റൈറ്റ് കുറച്ചിട്ട് ചെയ്തിട്ട് ഇത് 5 പ്രാവശ്യം നിൽക്കുക വേണം. 1 2 3 4 5. പിന്നെ അതിന് ശേഷം 1 പ്രാവശ്യം നിൽക്കിയാൽ മതി. ആ ഫിലമെൻറ്റ് റെഡായി വരുന്നതാണ്. കാണുന്നുണ്ടോ അറിയില്ല. ഉണ്ട്, കഴിഞ്ഞ ചൂട്. ചാർജബിളാണ്. പിന്നെ അതിൻ്റെ മുകളിലൊരു മോൾഡും കൂടി ഉണ്ട്, അതും കണക്ട് ചെയ്യാം. പുക കറക്റ്റ് പുറത്തേക്ക് വരാൻ. പിന്നെ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഉണ്ട്. പിന്നെ ഒരു USB കേബിൾ ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ചാർജ് ചെയ്യുന്ന ചാർജറിൻ്റെ കേബിൾ ഡയറക്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇത് റിലൈഫിൻ്റെ ഒരു ലൈറ്റാണ്, ലാമ്പ് മാതിരിയായിട്ട് വരുന്ന. മൈക്രോസ്കോപ്പിന് ബാക്കിയുള്ളതിനൊക്കെ വേണം കണക്ട് ചെയ്യാം. സർവീസിലാവുന്ന സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളി നല്ല വെളിച്ചുള്ള ലൈറ്റാണ്. ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ചയുടെ മുകളിലായി. ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കാത്തൊരു ടൈപ്പ് ലൈറ്റാണ്. വെളിച്ചം അങ്ങനെ ബോറാവില്ല. ടേബിൾ പറഞ്ഞല്ലോ, വെക്കാനുള്ള സ്ഥലമില്ല. പിന്നെ നമ്മൾ കട്ടിംഗ് പ്ലെയറാണ്, ഈ ട്രെൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. സൺഷൈൻ്റെ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് പുതിയ ബോർഡ് സ്റ്റാൻഡാണ്, K22 Pro. ചെറിയ ടൈപ്പാണ്, സാധാരണ വരുന്നതിൽ. ഇത് സൺഷൈൻ്റെ UV ലൈറ്റാണ്, ടോർച്ചായിട്ട് വരുന്നു. ചെക്ക് ചെയ്യാൻ വേണ്ടി ബാറ്ററി ഇട്ട് വെച്ചിരുന്നു. ചെക്ക് ചെയ്യാം. ഒരു ബാറ്ററി ഇട്ടാൽ മതി, ബാക്കിയൊക്കെ റെഡിയാക്കില്ലേ. വർക്കിംഗ് ആണ്.
സമയങ്ങളില്ല, ഇനി കുറേ സാധനമുണ്ട്. നടക്കട്ടെ. ഇത് ഹീറ്റിങ്ങിൻ്റെ ടാപ്പാട്ടോ. ഗോൾഡ് കളറായിട്ട് വരുന്ന തുണീൻ്റെ മാതിരിയുണ്ട്. എല്ലാവർക്കും അറിയാമോ അറിയില്ല. ഏറ്റവും കൂടുതൽ പോകുന്ന മോഡൽ ടാപ്പ് ഇതാണ്. ആ സിൽവറിനെ കാട്ടി ഗോൾഡിനെ കാട്ടിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതന്നെ കൊണ്ട് ഓടും. നൂല് മാതിരി വരുന്നത്. ഇത് ഫോൺ ഓപ്പണിംഗ് ടൂളാണ് റിലൈഫിൻ്റെ. ഇപ്പം കൂടുതലായിട്ട് പോകുന്നത് UV ഗ്ലൂ ആണ്. റിലൈഫിൻ്റെ പുതിയതായിട്ട് വന്ന് ഈ OCI ഗ്ലാസ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ഈ വാച്ചിൻ്റെ ഗ്ലാസ്സൊക്കെ ഒട്ടിക്കുന്നവർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്നവർക്ക്. പിന്നെ ഈ ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ ക്യാമറ റൗണ്ടിൽ വരുന്നുണ്ടല്ലോ, ഗ്ലാസിൻ്റെ ഉള്ളിൽ വരുന്ന ടൈപ്പ് ഫ്രണ്ട് ക്യാമറ, അതിനൊക്കെ OCI കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് UV ഗ്ലൂ ഇട്ടിട്ട് ഉണക്കിയതിൻ്റെ ശേഷം OCI അവിടെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നോളൂ. ആ കാര്യത്തിന് കുറേ യൂസ് ചെയ്യത്. പിന്നെ ഇത് ഐസിൻ്റെ മാറ്റാട്ടോ. ഐസ് ബോർഡിൽ സർവീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. ഇത് കുറേ പോകുന്ന മോഡലാണ്. കുറേ സെയിലുള്ള സാധനമാണ്, പക്ഷെ ആർക്കും അറിയില്ല ഈ സാധനം. ഇത് മുകളിലുള്ള ഫേസ് ഐ ഡി ചെയ്യുന്ന ഹോം ബട്ടൺ ഇത്. പിന്നെ IC ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള കുറേ നല്ല സെയിലുള്ള സാധനമാണ്. പിന്നെ സോൾഡറിങ് വിക്കാണ്. പിന്നെ കാണിക്കാൻ മാത്രമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നേരം പറയും. റിലൈഫിൻ്റെ ആണ്. 2.0 mm 2 മീറ്ററാണ്. അത് തീർന്നു കഴിഞ്ഞാലും നമ്മൾ സാധാരണ വരുന്ന വിക്ക് ഈ കേസ് അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും. കേസ് യൂസ്ഫുള്ളാണ്. പിന്നെ വരുന്ന ഈ ബ്ലേഡാണ്. സ്ഥിരമായിട്ട് കുറേ ഉപയോഗിക്കാത്തവരാരുണ്ടെങ്കിലും ഒരു പാക്കറ്റ് വാങ്ങി ജസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ബ്ലേഡ് വേറില്ല. അതാണ് സാധനം. കഴിഞ്ഞ് തൽക്കാലം വന്ന പ്രൊഡക്റ്റുകളൊക്കെ തീർന്നു. ഇനി ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്.